ഇന്നത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിധി പറയും സുഭാഷേട്ടാ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോരെ കല്യാണം നടത്താൻ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും നമുക്ക് ഇനി നിശ്ചയത്തിന് പോകുമല്ലോ, അപ്പോൾ അവിടെ അന്വേഷിക്കുകയും കാണുകയും എല്ലാം ചെയ്യാം. സുഭാഷ് പറയും നിങ്ങളെല്ലാവരും എൻ്റെ കല്യാണം നടക്കാൻ ആഗ്രഹിച്ചതല്ലേ, അപ്പോൾ ഇപ്പോൾ ഒരു കല്യാണം വന്നപ്പോൾ നിങ്ങളെന്താ അത് മുടക്കുന്ന വർത്താനം പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ബ്രോക്കറോട് എല്ലാത്തിനെ കുറിച്ചും എല്ലാം ചോദിച്ചറിഞ്ഞതാണ്. സുധീഷ് പറയും എന്തിനാ ഇത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും വെള്ളിയാഴ്ച നല്ലൊരു ദിവസമാണ്, അതുകൊണ്ടാണ് അന്ന് നടത്താമെന്ന് തീരുമാനിച്ചത്. സുധീഷ് പറയും ഇനിയും നല്ല ദിവസങ്ങൾ വരില്ലേ, അപ്പോൾ നടത്തിയാൽ പോരെ എന്ന് ഇത്രയും പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും നിങ്ങൾക്ക് ഇതുവരെ എൻ്റെ കല്യാണം നടക്കാഞ്ഞിട്ടായിരുന്നു, ഇപ്പോൾ ഒരു നല്ല കല്യാണം വന്നപ്പോൾ നിങ്ങളെന്താ ഇത് മുടക്കാൻ നോക്കുന്നത്. നിധി പറയും സുഭാഷേട്ടൻ കല്യാണം കഴിക്കണം, പക്ഷേ ഈ വീട്ടുകാർ വലിയ ശരിയല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. സുധീഷ് പറയും സുഭാഷേട്ടൻ ബ്രോക്കറോട് സംസാരിച്ചു, പെണ്ണിനോട് സംസാരിച്ചു, അവർ വീട്ടിലോട്ട് വന്നു, പക്ഷേ ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് സുഭാഷേട്ടൻ മുന്നേ പറഞ്ഞില്ല. അവർ വീട്ടിൽ വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണം എന്ന് പറയുന്നു. ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാണ് സുധീഷ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരും. ഭാസ്കരൻ വന്നിട്ട് സുഭാഷിനോട് ചോദിക്കും നീ കല്യാണം ഉറപ്പിച്ചു എന്ന് ചോദിക്കണം. ആ സമയത്ത് സുഭാഷ് പറയും ആ ഉറപ്പിച്ചു. എന്തിനാ ഈ കല്യാണം, ആ പെണ്ണ് നിന്റെ 3 വയസ്സിന് മൂത്തതാണ്, ഇവിടെ വേറെ പെൺകുട്ടികളൊന്നും ഇല്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് സുഭാഷ് പറയും ഇനി അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കണ്ട. സുധീഷ് പറയും അവർ ഡിവോഴ്സിന് നിൽക്കണമെന്ന്. ആ സമയത്ത് സുഭാഷ് പറയും അവർ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത്ര വർഷമായിട്ടും ഡിവോഴ്സ് ചെയ്തിട്ടില്ലല്ലോ. ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോകുക. ആ സമയത്ത് സുഭാഷ് പറയും ഈ കല്യാണം നല്ലതുപോലെ തന്നെ നടക്കും. നിധി പറയും സുഭാഷ് ഏട്ടന് ഈ കല്യാണത്തിൽ നല്ല കോൺഫിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് പിറ്റേ ദിവസം നിധി എല്ലാവർക്കും വേണ്ട ചായ ഉണ്ടാക്കുകയായിരിക്കും. ആ സമയത്ത് ചായപ്പൊടി അവിടെ എവിടെയും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് സുഭാഷ് വരുന്നുണ്ട്. അങ്ങനെ സുഭാഷ് നിധിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ തിരയുന്നത് എന്ന്. ആ സമയത്ത് നിധി പറയും ചായപ്പൊടി കാണുന്നില്ല സുഭാഷ് ഏട്ടാ, അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും തിരയുകയായിരുന്നു എന്ന്. അപ്പോൾ സുഭാഷ് പറയും അതാ മോളെ ഈ കവറിലുണ്ട്, ഞാനത് ആ കുപ്പിയിലോട്ട് ഇട്ട് വെക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ലായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ സുഭാഷ് നിധിക്ക് ചായപ്പൊടി എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു കൊടുത്തതിന് ശേഷം നിധി സുഭാഷിനോട് ചോദിക്കുകയാണ് സുഭാഷ് ഏട്ടന് ചായയോ കോഫിയോ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും എനിക്ക് കോഫി മതി, കുറച്ച് നാളായല്ലോ നല്ലൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് എന്ന് പറയാണ്. അങ്ങനെ സുഭാഷ് നിധിയോട് ചോദിക്കും മോൾക്ക് ഇഡ്ഡലിയും സാമ്പാറും മതിയോ ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും ആ എനിക്കതൊക്കെ മതി സുഭാഷ് ഏട്ടാ എന്ന് പറയാണ്. അങ്ങനെ നിധി സുഭാഷിന് ചായ കോഫി ഉണ്ടാക്കി കൊടുക്കും. ആ സമയത്ത് സുഭാഷ് പറയും നല്ല ടേസ്റ്റ് ഉണ്ട് മോളങ്ങനെ കോഫിയൊക്കെ ഇട്ട് പഠിച്ചല്ലോ. നിധി സുഭാഷിനോട് ചോദിക്കും സുഭാഷ് ഏട്ടൻ ഈ കല്യാണത്തിന് നല്ല മനസ്സോട് കൂടി തന്നെയല്ലേ ഈ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. സുഭാഷ് ചോദിക്കും എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കണേ. ആ സമയത്ത് നിധി പറയും അതല്ല ഞങ്ങൾക്ക് എന്താ സുഭാഷ് ഏട്ടന് നല്ല മനസ്സോട് കൂടിയല്ലേ ഈ കല്യാണത്തിന് തയ്യാറായിരിക്കുന്നത് എന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ്. സുഭാഷ് ഏട്ടൻ ചോദിക്കും എന്താണ് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ കഴിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംശയം എന്ന് ചോദിക്കണേ. ആ സമയത്ത് നിധി പറയും അതുകൊണ്ടൊന്നല്ല സുഭാഷ് ഏട്ടാ, 2 പേരും ഒരു 2-3 വയസ്സിന് അവൾ എൻ്റെ മൂത്തതായതുകൊണ്ടാണോ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും അതൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾ 2 പേരും സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ. നിധി പറയും എനിക്ക് എത്രയും പെട്ടെന്ന് ഈ കല്യാണം സുഭാഷ് ഏട്ടൻ നടത്താൻ നോക്കുന്നത് പോലെ തോന്നി, ഇങ്ങോട്ടേക്ക് വന്ന് നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിലെന്തോ ഒരു കള്ളത്തരം ഉള്ളതുപോലെ എനിക്ക് തോന്നുകയാണ്. സുഭാഷ് ഏട്ടന് ഈ കല്യാണത്തിന് നല്ല കോൺഫിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയണം നിധി അങ്ങനെ ഓഫീസിലോട്ട് പോകാനും വേണ്ടി സ്കൂട്ടി ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സുധീഷ് വരും. അങ്ങനെ സുധീഷ് നിധിയോട് ചോദിക്കും എന്താ ഇന്ന് സ്കൂട്ടിയുമായിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും അതെ എനിക്കെന്താ സ്കൂട്ടിയുമായിട്ട് പോയിക്കൂടെ ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും ആ പോകാമല്ലോ എന്ന് പറയണം. ആ സമയത്ത് സുധീഷ് ചോദിക്കും ഞാൻ കഴുകി തരണോ എന്ന് ചോദിക്കണം. ആ സമയത്ത് നിധി പറയും അതൊന്നും നിങ്ങൾ ചെയ്തു തരണ്ട, അതൊക്കെ എനിക്കറിയാൻ ചെയ്യാം. പിന്നീട് സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ടേക്ക് സുധീഷ് ചെല്ലും. എന്നിട്ട് സുധീഷ് ചോദിക്കും സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കണം. ആ സമയത്ത് സുഭാഷ് ചോദിക്കും എന്താടാ നീ ഈ സമയത്ത് എവിടെ ചോദിക്കുകയാണ്. അങ്ങനെ പറയും സുഭാഷ് ഏട്ടനെ ഒന്ന് കാണാനായിട്ട് വന്നതാണെന്ന് പറയണം. ആ സമയത്ത് സുഭാഷ് ചോദിക്കും ഒരു ചായക്ക് പറയട്ടെ ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും ഈ വരും വെയിലത്താണോ സുഭാഷ് ഏട്ടാ ചായ, എനിക്കൊരു ജ്യൂസ് തന്നെ പറഞ്ഞു എന്ന് പറയണേ. സുഭാഷ് സുധീഷിന് വേണ്ട ജ്യൂസിന് വേണ്ടിയിട്ട് ജോലിക്കാരനെ പറഞ്ഞയക്കും. സുധീഷ് സുഭാഷിനോട് ചോദിക്കും സുഭാഷ് ഏട്ടൻ ഓക്കെ അല്ലേ എന്ന്. ആ സമയത്ത് സുഭാഷ്
പറയും, എന്താ നിങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? നീ ഓക്കെ ആയതുകൊണ്ടല്ലടാ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് പറയാണ്. ആ സമയത്ത് സുധീഷ് പറയും, എങ്കിൽ സുഭാഷേട്ടൻ ജോലി എടുത്തു. സുധീഷ് ചോദിക്കും, ഇത് സുഭാഷേട്ടന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാടാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്താടാ പിന്നെയും പിന്നെയും ഇത് തന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്? സുഭാഷ് പറയും, എന്താടാ എനിക്ക് കല്യാണം നടക്കരുതെന്ന് നിങ്ങൾ വിചാരിച്ചു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, അതൊന്നല്ലടാ സുഭാഷേട്ടൻ, ഞങ്ങളാണല്ലോ കല്യാണം നോക്കാറ് സാധാരണ. എന്നിട്ട് സുഭാഷ് ഏട്ടനോട് പറയാറാണല്ലോ. ഇത് അങ്ങനെയല്ലല്ലോ, ഇത് സുഭാഷ് ഏട്ടൻ എന്നെ ബ്രോക്കറോട് ചെന്ന് സംസാരിക്കുന്നു, ബ്രോക്കർ വഴി പെണ്ണിനോട് സംസാരിക്കുന്നു. സുധീഷ് ചോദിക്കും, സുഭാഷ് ഏട്ടൻ്റെ ഫോൺ എവിടെ? അതൊന്ന് എനിക്ക് വേണമെന്ന് പറയാണ്. അങ്ങനെ സുധീഷിന് ഫോൺ കൊടുക്കും. എന്തിനാടാ എൻ്റെ ഫോൺ നിനക്കെന്ന് ചോദിക്കണം. ആ സമയത്ത് സുധീഷ് പറയും, ആ പെൺകുട്ടിയുടെ നമ്പർ കിട്ടുമെന്ന് ബ്രോക്കറോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. സുഭാഷ് പറയും, അതൊന്നും വേണ്ടടാ. അങ്ങനെ സുഭാഷിൻ്റെ ഫോണിൽ നിന്നും ബ്രോക്കർക്ക് വിളിക്കുകയാണ് സുധീഷ്. അങ്ങനെ ബ്രോക്കർ ഫോൺ എടുക്കും. ഫോൺ എടുത്തതിന് ശേഷം പറയൂ സുഭാഷ് എന്ന് പറയും. ആ സമയത്ത് സുധീഷ് പറയും, ഇത് സുഭാഷല്ല, ഇത് സുധീഷാണെന്ന്. എങ്കിൽ പറയൂ സുധീഷ് എന്ന് പറയണം. ആ സമയത്ത് സുധീഷ് മെല്ലെ സുഭാഷിനോട് ചോദിക്കും, എന്താണ് ആ പെൺകുട്ടിയുടെ പേരെന്ന്. ആ സമയത്ത് സുഭാഷ് പറയും, ജയന്തി എന്ന്. അങ്ങനെ സുധീഷ് പറയും, ആ പെൺകുട്ടിയുടെ പേരൊക്കെ സുഭാഷ് ഏട്ടന് അറിയാമല്ലേ. സുധീഷ് പറയും, ആ ജയന്തിൻ്റെ നമ്പർ വേണമെന്ന് പറയുന്ന. ആ സമയത്ത് ബ്രോക്കർ ചോദിക്കും, എന്തിനാടാ നിനക്ക് ജയന്തിയുടെ നമ്പർ എന്ന് ചോദിക്കും. ആ സമയത്ത് സുധീഷ് പറയും, എനിക്കല്ല, അത് സുഭാഷ് ഏട്ടനാണെന്ന്. ആ സമയത്ത് ബ്രോക്കർ ഒന്ന് ചിരിക്കുന്നുണ്ട്. പറയും, എപ്പോഴാടാ ഞാനത് പറഞ്ഞതെന്ന്. ആ സമയത്ത് സുധീഷ് പറയും, മിണ്ടാതെ നിൽക്ക് സുഭാഷ് ഏട്ടാ എന്ന്. അങ്ങനെ ബ്രോക്കർ പറയും, ഞാൻ സുഭാഷിൻ്റെ ഫോണിലോട്ട് നമ്പർ അയക്കാം എന്ന് പറയാണ്. സുധീഷ് പറയും, എത്രയും പെട്ടെന്ന് അയക്കണം കേട്ടോ എന്ന്. ആ സമയത്ത് ബ്രോക്കർ പറയും, ഇപ്പം തന്നെ അയച്ചു തരാം. ബ്രോക്കർ നമ്പർ അയച്ചു കൊടുക്കും. ആ സമയത്ത് സുധീഷ് പറയും, ആ നമ്പർ കിട്ടിയല്ലോ, ഇനി സുഭാഷ് ഏട്ടനൊന്ന് വിളിച്ച് നോക്കിയെന്ന് പറയാണ്. ആ സമയത്ത് സുഭാഷ് പറയും, എനിക്കിവിടെ ജോലി ഉണ്ടടാ. സുധീഷ് അങ്ങനെ സുഭാഷിൻ്റെ ഫോണിൽ പേരെല്ലാം സേവ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സുധീഷ് പറയും, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നീട് സുധീഷ് നിധിയുടെ ഓഫീസിൻ്റെ മുന്നിൽ ഇങ്ങനെ നിധിയെ കാത്തു നിൽക്കുമായിരിക്കും. അങ്ങനെ അങ്ങോട്ടേക്ക് നിധി വരും. നിധി ചോദിക്കും സുധീഷിനോട്, ഒരുപാട് സമയമായോ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയും. ചോദിക്കുക. ആ സമയത്ത് സുധീഷ് പറയും, ഒരു 10 മിനിറ്റായി എന്ന് പറയും. അപ്പോൾ നിധി പറയും, ഓഫീസിൽ പോരാ സമയത്ത് ഒരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നേരം വൈകിയതെന്ന് പറയാണ്. അങ്ങനെ സുധീഷ് ആ ജയന്തിയോട് എവിടേക്ക് വരാനാണ് പറഞ്ഞതെന്ന് ചോദിക്കണം. ആ സമയത്ത് സുധീഷ് പറയും, ഞാൻ കോഫി ഷോപ്പിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിധി പറയും, എങ്കിൽ ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകാൻ നിൽക്കണം. ആ സമയത്ത് നിധി പറയും, എന്താ അറിയില്ല, ഇന്ന് ഓഫീസിൽ ഭയങ്കര ജോലിയായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര തലവേദന എന്ന് പറയണം. ആ സമയത്ത് സുധീഷ് പറയും, ഇന്ന് ഒരു കോഫി കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിധിക്ക് ഒരു കോഫി കൊടുക്കുകയാണ്. ആ സമയത്ത് നിധി ചോദിക്കും, ഇതിപ്പോഴാണ് വാങ്ങി വെച്ചത്? അത് നിധി വരുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വാങ്ങി വെച്ചതായിരുന്നു. അങ്ങനെ നിധിയും സുധീഷും കോഫി ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ജയന്തി ഉണ്ടാകും. അങ്ങനെ നിധി പറയും, ഹായ് എന്ന്. അങ്ങനെ ജയന്തി പറയും, ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ ഇരിക്കുകയാണ്. സുധീഷ് ജയന്തിയോട് പറയും, രാവിലെ വന്നപ്പോൾ ഒന്ന് പരിചയപ്പെടാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് കരുതിയത്. കല്യാണത്തിന് മുന്നേ ഒന്ന് കണ്ട് സംസാരിക്കുന്നതൊക്കെ നല്ലതല്ലേ, അതുകൊണ്ടാണ് കോഫി ഷോപ്പിലോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയുന്നത് സുധീഷിനോട് പറയും, ഞാൻ സംസാരിക്കാൻ എന്ന്. ആ സമയത്ത് സുധീഷ് പറയും, എനിക്ക് പെൺകുട്ടികളോട് അങ്ങനെ സംസാരിച്ച് ശീലമില്ലെന്ന് പറയാണ്. സുധീഷ് പറയും, ഇനി അവൾ നിങ്ങളോട് സംസാരിക്കുമെന്ന് പറയാണ്. ആ സമയത്ത് ജയന്തി ചോദിക്കും, എന്താ നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീയെ ഇവള് എന്നൊക്കെ പറയുന്നത്. പറയും, നിങ്ങൾ വീട്ടിൽ വന്ന് എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണം എന്ന് പറഞ്ഞു, പക്ഷേ നമുക്കൊന്ന് സംസാരിക്കാൻ ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് ജയന്തി പറയും, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ. ചോദിക്കും, നിങ്ങൾക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ജയന്തി ചോദിക്കും, എന്താ സുഭാഷ് ഏട്ടൻ എന്ന് വിളിക്കുന്നത്? അത് സുധീഷിൻ്റെ ഏട്ടനല്ലേ, അപ്പോൾ ആ സ്ഥാനത്തല്ലേ കാണേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, സുധീഷ് അങ്ങനെയാണ് വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വിളിക്കാറ് എന്ന് പറയണം. അപ്പോൾ ജയന്തി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്നെയും അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ വിളിക്കുന്നത്? നിധി ചോദിക്കും, നിങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ജയന്തി ചോദിക്കും, എനിക്ക് സമ്മതമാണ്, എന്താ നിങ്ങൾ പിന്നെയും പിന്നെയും അത് തന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്? നിധി ചോദിക്കും, നിങ്ങളുടെ ഏട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് വന്ന് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ചോദിച്ചതാണെന്ന് പറയണേ. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.